പിന്നെ റൂളിന്റെ ആള് ഞാൻ പോലീസാടാ നാടകത്തിനൊക്കെ അല്ലേട്ടോ. എല്ലാ പരിപാടിക്കും മുന്നിട്ട് നിന്നാണ്ട് അവസാനം വലിയൊരു ഫ്രണ്ട് ഉണ്ടാവും. മെൻഷൻ ചെയ്യൂ. കൺവിൻസിങ് സ്റ്റാർ. അപ്പൊ ഇജ്ജുണ്ട് കേട്ടോ. അപ്പുണ്ട് നമുക്കോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പടം അപ്പോ അനക്ക് വേണ്ടിട്ടാണ് ഞങ്ങളൊന്ന് പോരുന്നെ. അല്ലെങ്കിൽ ഞങ്ങൾ പടത്തിനൊന്നും പോകില്ല. കൊറേ തീർച്ചയായില്ലെങ്കിൽ എന്താ എനിക്ക് പറ്റൂല. ഇത് വളരെ മോശം. എല്ലാ ആൾക്കാർക്കും മുടങ്ങാട്ടോ. ഇല്ലേ ജില്ലേ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാനേ ഇതേ ഓന്റെ സ്ഥിരം പരിപാടിയാണ്. നിർബന്ധിച്ചാനത് പോയിച്ച് പോരടാ. ഒരു മനസ്സിന് സുഖം കിട്ടിക്കണേ. അവിടെ പോയാ മതിയേനു. ഓന്റെ പൂതി ഓനെ നിർബന്ധിച്ച് നിർത്തിയിട്ടാണ്. നിർബന്ധിച്ചും ചെയ്തേനു. ഹെൽമെറ്റ് ഇടട്ടോ, അല്ലെങ്കിൽ അപ്പുണ്ടാവില്ല. എനിക്കൊരു ബ്ലാക്ക് ജിഞ്ചർ ടീ ഉണ്ടോ? എന്നാ വേണ്ട ബ്ലാക്ക് ടീ. അതെ അത് ഇട്ടോളി, കുഴപ്പമില്ല. എന്താ ബിരിയാണിയോ? മധുരമില്ലാത്ത ഓർലിക്സ്. ഇതിന്റെ പ്രൊഡ്യൂസർ വിജയ് ബാബു ആണ്. ഡയറക്ഷൻ പടർക്കളല്ലേ? അല്ലേ ഇവരല്ലേ പടർക്കള? അല്ലേ ഇവരല്ലേ എന്താ രജനീകാന്തിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പടുത്തതിന് സാഫ് ബോയിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു പ്രൊമോഷൻ. അല്ലല്ല ആദ്യം പടർക്കളം. സുരാജും സൈനുദ്ദീനും കരീമാണ്. കരീം റഫീഖൊക്കെ ഉണ്ട് അല്ലേ? കരീം സർഫു റഫീഖൊക്കെ ഉണ്ട്. സൈനുദ്ദീന് സൈനുദ്ദീൻ പ്രധാന കഥാപാത്രം വന്ന പടർക്കളും. ഒന്ന് തുടങ്ങണം ഷെഫീഖ് നാടോ. തുടങ്ങേ വെറൈറ്റിക്ക് സ്വൈപ്പാക്കണം. പടത്തെ കുറിച്ച് പറയുകയാണ്. നമ്മളിന്ന് കണ്ട പടം നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ല ഒരുമിച്ചൊരു പടം കാണുന്നതിപ്പോ ഒക്കെ വന്ന് നമ്മളെ ലാസ്റ്റ് റിവ്യൂ ചെയ്തേനു. നമ്മുടെ ലാസ്റ്റ് റിവ്യൂ എനിക്ക് തോന്നുന്നത് ഗോളം കഴിഞ്ഞ് നമ്മള് ഇവ അടുത്തൊന്നും ചെയ്തോടാ. ഇവ പുറത്തായിരുന്നു. ടർബോ 3 കൊടുത്ത് പറ്റില്ല. അപ്പൊ നമ്മളിന്ന് കണ്ട പടത്തിനും പടക്കളം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് അഭിനയം എല്ലാവരും അടിപൊളിയാണ്. പക്ഷെ എടുത്ത് പറയേണ്ടത് മറ്റേ എന്താ പുതിയ ഓന് ഇതിലൊക്കെ ഉണ്ട്. ശരിക്കും നായകൻ ഓനാണ് നായകൻ. ഓന് ആലപ്പു ജിംഖാനിയിലൊക്കെ ഓനുണ്ട് ഇല്ലേ? ഓനാ പടത്തിലുണ്ടോ? ആ പുതിയ അല്ല ഇതില് മെയിൻ നായകനായിട്ട് പാലിമീലുണ്ടോ? കണ്ടൊരു പരിചയമുണ്ട്. നല്ലൊരു അഭിപ്രായം. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗ് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം കൊണ്ടും ഒരു നല്ലൊരു കഥ വെറൈറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. മുൻപ് വന്നു പോയൊരു കഥ തന്നെയാണ്. പടം എന്താ അങ്ങനൊരു പടം വലിയ പ്രതീക്ഷ വെച്ചൊന്നും പോരാൻ പറ്റാത്ത പടം. ശരിക്കും മൊബൈൽ പടമാണിത് എൻ്റെ അഭിപ്രായത്തിൽ. മൊബൈൽ പടം തന്നെയാണ്. കുഴപ്പമില്ല.
ഒരു ഡബിൾ ബുൾസ് ആവറേജ് കോമഡികൾ. അത് തന്നെ അത്രേ ഉള്ളൂ. സുഹൈബേ, എന്താണ് പറ. ഇതൊക്കെ കഴിഞ്ഞോ? ഇതേപോലത്തെ ഒന്നുകൂടി ആപ്സ് എൻ്റെ കയ്യുണ്ടോ? പക്ഷെ എന്താ പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫൊക്കെ എൻഡ് ചെയ്തപ്പം പിന്നെ ഇതേപോലെ അത് എന്താ നമ്മൾ കൂടുതൽ രസമായിട്ട് ഇങ്ങനെ കൊണ്ടെത്തിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് അത്രത്തോളം പഞ്ച് തോന്നിയില്ല. അത് ക്ലൈമാക്സ് അങ്ങനെ തീർത്തുന്നുള്ളൂ. തീർക്കണം എന്നുള്ളത് കൊണ്ട് തീർത്തുന്നുള്ളൂ. കോമഡി ഉണ്ട്, ചിരിക്കേണ്ട ആൾക്കാർക്ക് പോയിട്ട് ചിരിക്കാം. അഭിനയം കൊണ്ടൊക്കെ എല്ലാവരും നന്നാക്കി കേട്ടോ. അപ്പോ എങ്ങനെ കോമഡി ഓരോരുത്തർ പ്രത്യേകിച്ച് അവിടെ കിട്ടണില്ല. ശരി, അന്നേരം ബിലോ ആവറേജ് വേണം. കോമഡി ഒന്നും ജോഷെ സിനിമ എങ്ങനെ പ്രതീക്ഷിച്ചേ? ഞാനും ഇങ്ങനെ ഇത് കേട്ടേന്നു. നല്ല അടിപൊളി കോമഡി പടാന്ന് കേട്ടേന്നു. കോമഡി തോന്നില്ല. പറ എനിക്ക് പറ്റിയ പടം പോരാ. സുരാജ് ഉണ്ടായോണ്ട് കുറച്ചൊക്കെ അല്ലേ, സുരാജ് കുറച്ചൊക്കെ അങ്ങോട്ട് കൂടെ പോയി. ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയി. സ്ഥലത്ത് മാത്രം ഭയങ്കര കോമഡി. എന്ന് വെച്ചാൽ ഒക്കെ പുതിയ ചെക്കന്മാർക്ക് ന്യൂജന് പറ്റിയൊരു ആ ഒരു മോഡൽ പടം. നമ്മളപ്പുറത്തെ രണ്ട് ചെക്കന്മാർക്ക് പേരും ചെറിയ അതെ 1-2 സ്ഥലത്തൊക്കെ വർക്കായില്ലേ കോമഡി. ഫുള്ളായിട്ടൊരു ഇത് കിട്ടിയില്ല. ഞാനേ ഈ പടത്തിന്റെ ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ല. ആരോ എന്തോ കേട്ടിട്ട് പോകുന്നത്. അല്ല കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതായത് ഞാൻ ഒട്ടും നമ്മൾ ട്രെയിലറൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് സർപ്രൈസ്ഡായി. ഇങ്ങനെ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ ഒരു കോമഡി എന്തെങ്കിലും ഒരു പടമാണെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ കൺസെപ്റ്റും ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ ആ കൺസെപ്റ്റും അതിൻ്റെ അവതരണമൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. പിന്നീട് അങ്ങോട്ട് എന്താ വെച്ചാൽ ഓർക്ക് എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. അതായത് അങ്ങനെയല്ല, ഇതെങ്ങനെ തീർക്കേണ്ടതെന്നോ എങ്ങനെ തുടങ്ങി വെച്ച ആ ഒരു ആവേശം ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് അത് തീർക്കാൻ പറ്റിയില്ല. ആ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ക്ലൈമാക്സിലാണെങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. എനിക്ക് പ്രകടനം കൊണ്ട് എന്താ അതിൽ ആ ചെറുക്കൻ്റെ, അതായത് ഓൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നുണ്ടല്ലോ, ഒരു വേഷം മാറിയിട്ട് മാറല്ല, സെക്കൻഡ് പാർട്ടിൽ അവൻ നന്നായിട്ട് ചെയ്തു. കോമഡി എനിക്ക് എവിടെയും വർക്കായിട്ടില്ല. അങ്ങനെ എവിടെയും എനിക്ക് കോമഡി പടമായിട്ട് ചിലവർക്ക് ചെറു വരും കേട്ടോ. ഇപ്പം കണ്ടിയിൽ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ചെറുച്ചുണ്ട്. അല്ല എനിക്ക് പടം വർക്കായിട്ട് ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് വർക്കായിരുന്നു. കോമഡി ഒട്ടും വർക്കായില്ല, ഒരു രസമൊന്നുമില്ല. പക്ഷെ ചിലയിടത്ത് ഷറഫുദ്ദീൻ്റെ സുരാജിന്റെ കുറെ മാനറിസം, പഴയ സുരാജ് ദേഷ്യം വരുമ്പോ സുരാജിന്റെ ഒരു ക്യാരക്ടർ. ഷറഫുദ്ദീന് വേറെ കുറച്ച് രംഗങ്ങളൊക്കെ രസമായി. പക്ഷെ ഉണ്ടല്ലോ ഇടയ്ക്കൊരു BGM-ഉം ആ സെറ്റപ്പ് പരിപാടി ഉണ്ട്. അത് മറ്റേ ഹിസ്റ്റോറിക് കഥ കുറെ കാരണം മിസ്സായിട്ട്. ഇത് ടിപ്പു സുൽത്താന്റെ കൊന്ന കഥയൊക്കെ പറയില്ല. അപ്പൊ ഞാൻ കയറി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൽ ഇങ്ങനത്തെ ഒരു കഥ പറയുമ്പോ ഓൾറെഡി ഇങ്ങനത്തെ ഈ ഒരു കൺസെപ്റ്റിന്റെ വിശ്വാസ്യത വരണല്ലോ, അതിനാണ് ആ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ കഥകളൊക്കെ 10-4 അല്ലേ 3 കൊടുക്കാൻ പറ്റില്ല. ഏത് പോകട്ടെ അവിടെ നല്ല റേറ്റിംഗ് ആയിട്ട് ഒരു പടമാണ്. ഞാൻ 10-4 ഞാനും സഫീഖ് എന്താ പറയണ ചക്കയാണ് 4.5. അല്ല കൊറേ തിന്നിപ്പോ ബാക്കിയുള്ളതാണ് ആർക്കും വേണ്ട. ഇത് തീർക്കണ എന്റെ നിക്കായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. 3 പടത്തിനായി 3 ഞാൻ സ്പ്ലിറ്റ് ഇട്ടു. അപ്പോ ഇജെന്നെങ്കിലും അവര് അത് ഇതേ സ്പ്ലിറ്റേ
സ്പ്ലിറ്റ് ₹20 ചായ കുടിച്ചിട്ട് സ്പ്ലിറ്റിലെ അവസാനം എന്നും 60-50 കൊടുക്കേ ഡയറ്റിലെ 324 അപ്പോൾ കൊടുക്കണം. സ്പ്ലിറ്റ് ഇട്ടാൽ മതിയല്ലോ. സ്പ്ലിറ്റ് വന്നിട്ടുള്ള എങ്ങനെ ടാലിയാവണേ? ഇതിന് ₹50 അല്ലേ ആവുള്ളൂ. ബാക്കി 100 വരുന്നുണ്ട്. 50 ആ 342 ആയിരിക്കണം 6. ആ ഒരു 55. ആ 300 എത്രയാണ്? 324 54 രൂപ കറക്റ്റാ. പക്ഷെ ഇതാ ലാഭടാ. അന്നപ്പോ നമ്മൾ എന്തൊക്കെ തിന്നല്ലേ? എന്നിട്ട് ₹40 ആ മുട്ട മാത്രം മുട്ടും ചായ അതെന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടാണല്ലോ. പല പല ഓർഡർ. പക്ഷെ സാധനം വന്നുകൂടൊക്കെ മുട്ടയല്ലേ. പല പല ഐറ്റംസ് ഓർഡർ ഒന്ന് അതല്ല തിരിച്ചിടാത്തത്, അപ്പുറത്ത് പൊള്ളിച്ചത്, വന്നിട്ട് മുട്ടയിട്ട് പൊരിച്ചു ഒരു സൈഡ് പൊള്ളിച്ചത് എന്നൊക്കെ ഒക്കെ മുട്ടയാണ്. സൈനുദ്ദീനും പണിക്കണത് മിന്റിലേമേ ലേറ്റ് ഓഫ് ആയിട്ട് പോവാൻ പറയാനാണ്.